الحمد لله الرحيم الرحمن جعل الأب أوسط أبواب الجنان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين. أعوذ بالله السميع العليم من الشيطان الرجيم واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. സൂറത്ത് നിസാഇൻ്റെ തുടക്കം നമ്മൾ ധാരാളമായി ഓതിപ്പോകുന്ന വചനമാണ്. അതിൽ വത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തഖ്വ കൊണ്ടുള്ള വസിയത്ത്, നിങ്ങൾ തഖ്വ ഉള്ളവരാവണം, ധർമ്മനിഷ്ഠയുള്ളവരാവണം, സൂക്ഷ്മത, നന്മ തിന്മകളുടെ കാര്യത്തിൽ ജാഗ്രതയുണ്ടാവണം. ഇങ്ങനെയുള്ള കൽപ്പനകൾ ഒരുപാടുണ്ട്. ഈ വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. അള്ളാഹുവുമായുള്ള ബന്ധം ഒരിക്കലും അറ്റുപോവാതെ വിട്ടുപോകാതെ ദൃഢമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ കുടുംബബന്ധവും കാത്തുകൊള്ളുക എന്ന കൽപ്പനയാണ് ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. കുടുംബം നമുക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത, നമ്മൾ അറിഞ്ഞുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും പങ്കുകൊണ്ടും കഴിഞ്ഞു പോകുന്ന ഒരു വലിയ സംവിധാനമാണ്. മനുഷ്യവംശത്തിൻ്റെ തലമുറകളെ തമ്മിൽ കൂട്ടിക്കൊളുത്തുന്ന, ഒരുമിച്ച് നിർത്തുന്ന കണ്ണികളാണ് മാതാപിതാക്കളും മക്കളും. ആ ഒരു പ്രക്രിയ ലോകം അവസാനിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതിലെ വളരെ നിർണായകമായ ബന്ധമാണ്, ബാധ്യതയാണ്, പങ്കാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും പരസ്പരമുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത്തവണ കുടുംബത്തിൻ്റെ നെടുന്തൂണായ, കാവലായ പിതാവിനെക്കുറിച്ചാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. മാതാവിൻ്റെ സ്ഥാനവും മാതൃത്വത്തിൻ്റെ പവിത്രതയും മഹത്വവും മാതാവിനോടുള്ള മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയുമൊക്കെയാണ് കഴിഞ്ഞ അവസരത്തിൽ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിലെ വചനം വവാലിദിൻ വമാ വലദ്, പിതാവ് തന്നെയാണ് സത്യം. ആ പിതാവ് ജന്മം നൽകിയ സന്താനമാണ് സത്യം. വലിയ വിഷയമാണ് ചെറിയ രണ്ട് വാക്കുകളിലൂടെ ഒതുക്കി പറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹു സത്യം ചെയ്തു പറയാൻ മാത്രം നിർണായകമായ, പ്രസക്തമായ, പവിത്രമായ ബന്ധമാണ് എന്നാണ് ആ ആശയം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ, തലമുറകൾ കൈമാറിപ്പോരുന്ന പുരുഷാരത്തിൻ്റെ, എല്ലാത്തിൻ്റെയും നിർണായകമായ കണ്ണിയാണ് പിതാവും സന്താനവും. അതുകൊണ്ട് തന്നെ കുടുംബനാഥൻ എന്ന ആ സ്ഥാനം വഹിക്കുന്ന, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിട്ടുള്ള, ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുരുഷൻ പിതാവ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ബാധ്യതകളുണ്ടോ അതോടൊപ്പം ഒരുപാട് അവകാശങ്ങളുമുള്ള സ്ഥാനമാണ് പിതാവിൻ്റേത്. ആ അവകാശങ്ങൾ കൊടുത്തു വീട്ടുക എന്നത് മക്കളുടെ, സന്താനങ്ങളുടെ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, എത്രയാണ്
തൻ്റെ വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ ഒന്നും ആരോടും പറയാതെ, അറിയിക്കാതെ, ജോലിയിലോ അധ്വാനത്തിൻ്റെ മേഖലയിലോ മറ്റേർപ്പാടുകളിലോ വരുന്ന ഭാരം, നഷ്ടം, പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതൊന്നും പറയാതെ, അറിയിക്കാതെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ കുടുംബത്തെ മുഴുവൻ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി കയറി വരുന്ന പിതാവ് എല്ലാം ഉള്ളിൽ മറച്ചു വെക്കുകയാണ്. അതോടൊപ്പം മക്കളുമായുള്ള ആ ബന്ധം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വലിയ വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പല ഉദാഹരണങ്ങളിലൂടെ അത് പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മുതിർന്ന മക്കളെല്ലാവരും കൂടി ചെറിയ സഹോദരൻ യൂസുഫിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് സങ്കടപ്പെടുന്നുണ്ട്. ഇന്നീല യഹ്സുനുനി അൻ തദ്ഹബു ബിഹി, നിങ്ങൾ ഓനെയും കൊണ്ട് പോവുക, അവൻ എൻ്റെ അടുത്ത് ഇല്ലാതിരിക്കുക, എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന സങ്കടം ആ പിതാവ് പറയുന്നുണ്ട്. പിന്നെ നോക്കൂ, നിങ്ങൾ ചരിത്രം നമ്മൾ കേട്ടതാണ്. സൂറത്ത് യൂസുഫ് എന്നൊരു അധ്യായം തന്നെയുണ്ടല്ലോ. സംഗതി വശാൽ ആ മകനെ നഷ്ടപ്പെടുന്നു. ദീർഘകാലം കാണാനും കേൾക്കാനും വിശേഷങ്ങൾ അറിയാനും പറ്റാത്ത അവസ്ഥയിൽ ആ പിതാവ് വിഷമിക്കുകയാണ്. എന്നിട്ടോ ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നത് തൻ്റെ സങ്കടം, തൻ്റെ വിഷമം, തൻ്റെ വേദന, ബേജാറ് എല്ലാം ഉള്ളിലൊതുക്കി ക്ഷമിക്കുന്ന ആ വൃദ്ധനായ പിതാവ് കരഞ്ഞു കരഞ്ഞു കണ്ണുകൾ കലങ്ങി. എന്നിട്ടോ വിളറിയ അവസ്ഥയിൽ ആ കണ്ണും മുഖവും ഖുർആൻ ചിത്രീകരിക്കുകയാണ്. കരഞ്ഞിട്ട് സങ്കടമൊതുക്കാൻ വയ്യാതെ. അത്രക്കാണ് ഒരു പിതാവിൻ്റെ ഹൃദയം മക്കളോടുള്ളത് എന്നാണ് ഖുർആൻ അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഉള്ളിലൊതുക്കുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, സഹിച്ചു തീർക്കുന്ന, കടിച്ചിറക്കുന്ന വിഷമങ്ങൾ അത് മറ്റാർക്കും അറിയാൻ സാധ്യമല്ല. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്, അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നമുക്ക് കാണാൻ സാധ്യമല്ല മാതാപിതാക്കളുടെ ഉള്ളിലുള്ള വേദനകൾ, ബേജാറുകൾ മക്കളെ സംബന്ധിച്ചുള്ള. അതെല്ലാം ഓർക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമാണ്. മക്കൾ അവരുടെ ബാധ്യതയുടെ ഭാഗമാണ് എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം സൂറത്തുൽ ഇസ്രായിൽ, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബിൻ്റെ കൽപ്പനയാണ്, വിധിയാണ്. എന്താണ്? അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇസ്ലാമിൻ്റെ സന്ദേശം മറ്റെല്ലാ ദർശനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അതിപ്രധാനമായ, പ്രഥമവും പ്രധാനവുമായ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏകദൈവ വിശ്വാസം. സൃഷ്ടാവും രക്ഷകനുമായി ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവനോട് മാത്രമേ തേടാൻ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് റബ്ബിൻ്റെ വിധിയാണ്. അതോടൊപ്പം അതേ പ്രാധാന്യത്തോടുകൂടി തൊട്ട് ചേർത്ത് നിൽക്കുന്ന മറ്റൊരു കൽപ്പന എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും, നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തുമാത്രം ഭാരിച്ചതാണ് ആ ഉത്തരവാദിത്തം. തീർത്താൽ തീരാത്ത കടപ്പാടുകൾ മക്കളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ വചനം, ഈ സന്ദേശം ബോധ്യപ്പെടുത്തുന്നത് നമ്മളെ. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, അവരോട് എല്ലാ രീതിയിലുമുള്ള, എങ്ങനെയൊക്കെ സാധിക്കുമോ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആവുന്ന എല്ലാ ഒത്താശകളും ചെയ്യുക എന്ന ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിള റബ്ബി ഫീ റിളൽ വാലിദ് വസഖത്തു റബ്ബി ഫീ സഖത്തിൽ വാലിദ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ തൃപ്തി നിനക്ക് ആവശ്യമുണ്ടോ എങ്കിൽ നിന്റെ പിതാവിൻ്റെ, നിന്റെ മാതാപിതാക്കളുടെ തൃപ്തിയുടെ കൂടെയാണ് അതുണ്ടാവുക. മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ടും അവരെ മുഷിപ്പിച്ചുകൊണ്ടും അവരെ അവഗണിച്ചുകൊണ്ടും നിനക്ക് റബ്ബിൻ്റെ തൃപ്തി നേടാൻ സാധ്യമല്ല. നീ എത്രമാത്രം അനുഷ്ഠാനങ്ങൾ ചെയ്താലും അള്ളാഹുവിൻ്റെ തൃപ്തി പിതാവിൻ്റെ തൃപ്തിയുടെ കൂടെയാണ്. അള്ളാഹുവിൻ്റെ കോപവും അങ്ങനെ തന്നെയാണ്. നീ എത്ര പ്രാർത്ഥിച്ചാലും, എന്തെല്ലാം കർമ്മങ്ങൾ, നന്മകൾ ചെയ്താലും നിന്റെ മാതാപിതാക്കൾ
നിന്നെക്കുറിച്ച് സംതൃപ്തരല്ലയോ, സന്തോഷത്തിലല്ലയോ, എങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തെ നീ പേടിച്ചു കൊള്ളണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ആലോചിക്കണം. നൂറുകൂട്ടം കാര്യങ്ങളുമായി ഓടുമ്പോൾ അതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക്, സ്വന്തം പിറവിയിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം മാതാപിതാക്കളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലുമല്ല, എന്നും എല്ലാ നേരവും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവണം. അവർ കൂടെ ജീവിച്ചിരിപ്പിക്കുണ്ട് എങ്കിൽ അവരോട് നന്മകൾ ചെയ്തും അവരെ സന്തോഷിപ്പിച്ചും അതിനുവേണ്ടി സമയം കണ്ടെത്തണം, അതിനുവേണ്ടി സമ്പത്തുണ്ടാവണം, അതിനുവേണ്ടി ആരോഗ്യമുണ്ടാവണം, നിനക്കുള്ളതെല്ലാം അതിനുവേണ്ടി നീ വിനിയോഗിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനത്തിൽ അൻത വ അബൂക അൻത വ മാലുക ലി അബീക്, ഒരാൾ ചോദിച്ചു വന്നതാണ്, പിതാവുമുള്ള ബന്ധവും ബാധ്യതയും ചോദിച്ചുകൊണ്ട്, നീയും നിനക്കുള്ളതെല്ലാം, നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിൻ്റേതാണ് എന്ന്. അതുകൊണ്ട് ആ ബന്ധവും ബാധ്യതയും മുറിച്ചു മാറ്റാൻ സാധ്യമല്ല, മാറ്റി നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തനിക്കുള്ളതെല്ലാം തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ, അവർക്കുള്ള ഖിദ്മത്തുകൾ, അവർക്ക് വേണ്ടി ഒത്താശകൾ, അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവരെ പരിലാളിക്കാൻ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ, ആഹാരവും മരുന്നും വസ്ത്രവും പാർപ്പിടവും വിശ്രമവും എല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അതിന് സ്വന്തമായി ഉള്ളത് ഉണ്ടാക്കിയതെല്ലാം നിൻ്റേതല്ല, നിന്റെ മാതാപിതാക്കളുടേതാണ്, അത് നീ അതിനു വേണ്ടി വിനിയോഗിക്കണം എന്നാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാതാപിതാക്കളോടുള്ള ബന്ധത്തെ, ബാധ്യതയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രവാചക ചരിത്രത്തിൽ ആൺമക്കളൊന്നും ബാക്കിയായില്ല, വളർന്നില്ല. ഓമന പുത്രി ഫാത്തിമയാണ് പിന്നെയും പ്രവാചകരുടെ മരണശേഷവും ജീവിച്ചിരുന്നത്. അവരാണ് വളർന്നു വലുതായത്. അവരുടെ ഒരു രീതിയെക്കുറിച്ച്, ഉപ്പയെ കാണുന്ന സ്വീകരിക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇദാ ദഖല അലൈഹ ഖാമത് ഇലൈഹി ഫഅഖദത് ബിയദിഹി ഫഖബ്ബലതുഹു വഅജ്ലസതുഹു ഫീ മജ്ലിസിഹ. ഉപ്പയെങ്ങാനും കടന്നു വന്നാൽ മകൾ എഴുന്നേറ്റ് അങ്ങോട്ട് ഓടിച്ചെല്ലും, അദ്ദേഹത്തെ സ്വീകരിക്കും, കൈപിടിച്ച് ഉമ്മ വെക്കും. താനിരിക്കുന്ന തനിക്ക് വേണ്ടിയുള്ള വീട്ടിലെ ഏറ്റവും മുന്തിയ സ്ഥാനത്ത്, ഇരിപ്പിടത്തിൽ ഉപ്പയെ കൊണ്ടുപോയി ഇരുത്തും. ഇങ്ങനെ പിതാവിനെ, മാതാവിനെ സ്വീകരിക്കേണ്ടുന്ന, ആദരിക്കേണ്ടുന്ന, പരിചരിക്കേണ്ടുന്ന മര്യാദ അതിലൂടെ പഠിപ്പിക്കുകയാണ് നമ്മളെ. പറഞ്ഞാൽ തീരാത്തതാണ് ഉദാഹരണങ്ങൾ, തീർത്താൽ തീരാത്തതാണ് ബാധ്യതകൾ. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി വബിൽ വാലിദൈനി ഇഹ്സാന എന്ന വചനം വലിയ കൽപ്പനയായി നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള ആ കൽപ്പന, നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്യുക എന്നത്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, ഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബറ അഹ്ദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫ. മാതാപിതാക്കൾ രണ്ടുപേരും നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ, അവരുടെ പ്രായം ചെന്ന അവസ്ഥയിലാണ് എങ്കിൽ, അതല്ല ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, നീ അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ടി നിലകൊള്ളണം. ഉഫിൻ എന്ന ഒരു വാക്ക് പോലും, അയ്യേ എന്നുള്ള, ഛേ എന്നുള്ള വെറുപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന, മടുപ്പ് തോന്നിപ്പിക്കുന്ന, എതിർപ്പ് പറയുന്ന ഒരു വാക്ക് പോലും നിന്നിൽ നിന്നുണ്ടാവരുത്. മുഖം ചുളിച്ച് നോക്കുക പോലും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നെയോ അവരെ നീ അകറ്റാനും വെറുപ്പിക്കാനും പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ, നിനക്ക് ഏറ്റവും മാന്യമായി, മര്യാദയായി, ആദരപൂർവമായി എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ അതാണ് അവരോട് നീ കാണിക്കേണ്ടത്. ഉപചാര വാക്കുകളായി മറ്റെവിടെയെങ്കിലും കാണിക്കാനുള്ളതല്ല. ആത്മാർത്ഥമായി നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒഴുകി വരുന്ന ആദരവിൻ്റെ, സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ, കാവലിൻ്റെ എല്ലാം നിന്നിൽ നിന്നുണ്ടാവണം മാതാപിതാക്കളോട്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബ മര്യാദയിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഇത് എവിടെയും അവസാനിക്കുന്നില്ല. ലോകം അവസാനിക്കുന്നത് വരെയും തലമുറകളായി വരുന്ന മാനുഷകുലത്തിൻ്റെ ഒക്കെയും
ഇടയിലുള്ള ഏറ്റവും പ്രധാനമായ ചേർത്ത് വെക്കുന്ന കൂട്ടിക്കെട്ടുന്ന കണ്ണിയാണ് പിതാവും പുത്രനും, മാതാപിതാക്കളും മക്കളും. അതുകൊണ്ട് അത് എവിടെയും ഒരിക്കലും അപ്രസക്തമാവുന്നില്ല. ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ തന്നെയും അത് പ്രാർത്ഥനയായും പുണ്യമായും ബാക്കി നിൽക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരുടെ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ടതാണ്. അവർ നമുക്ക് വേണ്ടി വെറുപ്പ് തോന്നുന്നതോ മുഷിപ്പുള്ളതോ ശകാരിക്കുന്നതോ ശപിക്കുന്നതായ ഒന്നും അവരിൽ നിന്ന് മക്കൾക്കെതിരിൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായി പോകരുത്. നമ്മൾ കാരണമായിട്ടുണ്ട്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന വമിൻഹാ ദഅവത്തുൽ വാലിദ്. അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാർത്ഥനകൾ തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതാണ്, സംശയമില്ല കാര്യത്തിൽ. അതിലൊന്നാണ് പിതാവിൻ്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി, അഥവാ മാതാപിതാക്കളുടെ പ്രാർത്ഥന. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി അതിനർഹിക്കുന്ന രീതിയിൽ മാതൃകയുള്ള നന്മയുള്ള മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിതാവ് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏറ്റവും നടുവിലുള്ളതാണ്. അതുകൊണ്ട് ആ കവാടം നിനക്ക് നഷ്ടമാവരുത്. അത് നിന്റെ മുമ്പിൽ അടഞ്ഞു പോകരുത്. പിതാവിലൂടെ അനുസരിച്ചും ആദരിച്ചും താല്പര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുത്തും പിതാവിൻ്റെ തൃപ്തി നേടാൻ നിനക്ക് സാധിക്കണം. നിന്നെ വളർത്തി, നിന്നെ പഠിപ്പിച്ചു, എല്ലാത്തിനും മതിയായ അവസ്ഥയിലെത്തി. എന്നിട്ട് നിനക്ക് ജോലിയുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, സമ്പാദ്യങ്ങളുണ്ട്, സ്വന്തമായി എല്ലാം ഉണ്ട്. അപ്പോൾ പിതാവിനെ മറന്നു പോകരുത്. മാതാപിതാക്കളെ അവഗണിച്ച് കളയരുത്. എന്നും എപ്പോഴും നിന്റെ ഓർമ്മയിൽ, നിന്റെ കാര്യങ്ങളിൽ, നിന്റെ അജണ്ടയിൽ മുന്നിൽ നിന്റെ മാതാപിതാക്കൾ ഉണ്ടാവണം. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ എന്ന് നീ പ്രാർത്ഥിക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എൻ്റെ റബ്ബേ, അവരോട് നീ കരുണ കാണിക്കണമേ, അവരുടെ മേൽ നീ കരുണ ചൊരിയണമേ. അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരണപ്പെട്ടു പോയാലും എല്ലാം ആ പ്രാർത്ഥന എപ്പോഴും പതിവാക്കണം. കമാ റബ്ബിയാനി സഗീറ, അവരെന്നെ കുഞ്ഞുനാളിൽ താലോലിച്ചതുപോലെ, പരിലാളിച്ചതുപോലെ, പരിഗണിച്ചതുപോലെ. അതെത്രയാണെന്ന് പറയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഓർമ്മയില്ലാത്ത കാലത്തെ സംഭവങ്ങൾ പിന്നീട് വലുതായിട്ടും അങ്ങനെ അക്കാര്യങ്ങൾ എണ്ണി തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ്, നിനക്കറിയാമല്ലോ കമാ റബ്ബിയാനി സഗീറ, എത്രത്തോളമാണ് അവരെനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്, വിശപ്പ് സഹിച്ചത്, വേദനകൾ സഹിച്ചത്, എന്തെല്ലാം പ്രയാസങ്ങളാണ്. അതുകൊണ്ട് നീ അവരോട് കരുണ ചൊരിയണമേ, അവരുടെ കൂടെ ഉണ്ടാവേണമേ എന്ന ആ പ്രാർത്ഥന എപ്പോഴും, ആ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്ന്, മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒരു വചനത്തിൽ ലാ തുസമ്മിഹി ബിസ്മിഹി വലാ തംശി അമാമഹു വലാ തജ്ലിസ് ഖബ്ലഹു, നീ പേര് വിളിച്ച് പറഞ്ഞുകൂടരുത്. പിതാവിൻ്റെ പേര് വിളിക്കരുത്. പേരില്ലാത്തത് കൊണ്ടോ ആ പ്രയോഗം തെറ്റായത് കൊണ്ടോ അല്ല, ആദരവിൻ്റെ അളവ് കാണിക്കുകയാണ്. പേര് പറയാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ ആദരവ് കാണിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമുണ്ട്. ഈ വചനത്തിൽ എന്താ പറയുന്നത്? പിതാവിൻ്റെ മുന്നിൽ നടക്കരുത്, ഒരുമിച്ച് പോകുമ്പോൾ മുന്നിൽ നടന്നുകൂടരുത്, ആദരപൂർവ്വം മാറി നിന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യം പോയി നീ കിട്ടിയ സ്ഥലത്ത് നീ ഇരിക്കരുത്. പിതാവിനെയും മാതാവിനെയും ആദരിക്കണം, അവർക്ക് എല്ലാത്തിലും മുൻഗണന കൊടുക്കണം, അവരെ ഇരുത്തണം, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നിൻ്റേത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനെ വിളിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അബത്തി യാ അബത്തി. ആരാണ് അബത്ത്? ആരാണ് ഇബ്രാഹിം നബിയുടെ പിതാവ്? ആദർശവൈരിയായ ഏതൊരു സന്ദേശത്തിൻ്റെ ദൂതനായി നിയുക്തനായിട്ടുണ്ടോ ആ പ്രവാചകരുടെ സന്ദേശത്തിനെതിരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരിൽ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വചനത്തിനെതിരിൽ ദൈവങ്ങളെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരനാണ്, ശിർക്കിന്റെ കച്ചവടക്കാരൻ. ആ പിതാവിനെ പോലും വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കുമ്പോൾ പോലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് യാ അബത്തി, പൊന്നാര ഉപ്പ, പൊന്നാര ഉപ്പ എന്നാണ്. ആദർശത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ സംഘടനകളുടെയോ മറ്റെന്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെ പേരിൽ പിതൃപുത്ര ബന്ധം മുറിച്ചു കളയാൻ സാധ്യമല്ല.
പൊന്നാര ഉപ്പ എന്ന ആദരപൂർവ്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത്. അത് ദുനിയാവിൽ തന്നെ അതിൻ്റെ ഫലം തിരിച്ചു കിട്ടും എന്നാണ്. മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും ആദരവും മര്യാദയും മാന്യതയുമാണെങ്കിൽ ദുനിയാവിൽ തന്നെ നിനക്കത് കിട്ടും. ആഖിറത്തിൽ അതിൻ്റെ പുണ്യം അതിരറ്റതാണ് താനും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളർന്നു വലുതായി, പല നാടുകൾ താണ്ടി മക്കയിലെത്തി, കഅബ പണിതു, ഓമനപുത്രൻ ഇസ്മായിൽ ഉണ്ടായി. ചരിത്രം വിവരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം പിന്നെയും ആ മകനെ ബലി നൽകാൻ ആ അറിയിപ്പ് മകൻ്റെ മുന്നിൽ വെക്കുകയാണ് പ്രായം ചെന്ന പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ മകൻ്റെ പ്രതികരണം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. യാ അബതി. കണ്ടോ നിങ്ങൾ, അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ കണക്കുകൾ തീർക്കുന്നത്. ധിക്കാരിയും ശത്രുവും അള്ളാഹുവിൻ്റെ ശത്രുവുമായ പിതാവായിട്ടും ആസറിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചത് യാ അബതി, പൊന്നാര ഉപ്പ. മകന് ബലി നൽകുന്ന വിവരം അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് മകനോട് അറിയിച്ചപ്പോൾ ഓടിപ്പോവുകയും എതിർപ്പ് പറയുകയുമല്ല. യാ അബതി. ഇബ്രാഹിം നബി തൻ്റെ പിതാവിനെ വിളിച്ച അതേ വിളി മകനിലൂടെ അള്ളാഹു കേൾപ്പിക്കുകയാണ്. യാ അബതി, പൊന്നാര ഉപ്പ, എന്താണോ കൽപ്പന അത് താങ്കൾ നടപ്പിലാക്കിക്കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. എന്നെ ക്ഷമയുള്ളവനായി താങ്കൾക്ക് കാണാം. ഇങ്ങനെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളും ബാധ്യതകളും ധാരാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ ആദരിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് വേണ്ടി ഓരോ നേരവും ഓരോ കാര്യത്തിലും പരിഗണന നൽകുന്ന, മുൻഗണന നൽകുന്ന, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന, അതിനും ഭാഗ്യമുള്ള മക്കളായി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الأمين والعاقبة للمتقين. عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ അവൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ, കൂടെയുള്ളവരും പലരും ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടു പോയവരുമൊക്കെയാണ്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആവുന്നതെല്ലാം ചെയ്യുക. അക്കൂട്ടത്തിൽ ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന അബറൽ ബിർരി അൻ യസില റജുലു അഹ്ല ഉദ്ദി അബീഹി. പുണ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പുണ്യം, മാതാപിതാക്കളുടെയൊക്കെ കാലം കഴിഞ്ഞു, മരണപ്പെട്ടു പോയി, ഇനി എന്താ ചെയ്യാനുള്ളത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം അവരിലൂടെ നിനക്ക് കിട്ടിയിട്ടുള്ള ബന്ധം, ഒന്നുകിൽ അവരുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അല്ലെങ്കിൽ ബന്ധുക്കൾ, ഉപ്പൻ്റെയോ ഉമ്മൻ്റെയോ പരിചയക്കാരോ അടുത്തവരോ ബന്ധുക്കളോ. അത് ഉമ്മയിലൂടെ മാത്രം കിട്ടുന്ന ബന്ധമാണ്, വാപ്പയിലൂടെ മാത്രം കിട്ടുന്ന ബന്ധമാണ്. അവരോട് പുണ്യം ചെയ്യുക, അവരെ സ്നേഹിക്കുക, ആദരിക്കുക, സന്തോഷിപ്പിക്കുക. അതും മാതാപിതാക്കളോട് ചെയ്യുന്ന വലിയ പുണ്യമാണ്. ഗൾഫിലൊക്കെ വന്ന് സുഖജീവിതമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ലീവ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി വാപ്പൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ ഉമ്മൻ്റെ ഏതെങ്കിലും ഒരു ചങ്ങായിച്ചിക്ക് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ടവർക്ക്. അവർക്ക് നമ്മളെ അറിഞ്ഞുകൂടാ. പിന്നെയോ വാപ്പൻ്റെ പേര് അവർ പറയാം, എൻ്റെ സ്നേഹിതൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്കിത് തന്നു. അല്ലെങ്കിൽ ഉമ്മയുടെ ബന്ധുക്കളാണെങ്കിലും പറയും, എൻ്റെ ചങ്ങാതിച്ചിൻ്റെ മോനിതാ വന്നിട്ട് എനിക്ക്. നമ്മളവരറിയില്ല, പക്ഷേ ആ സന്തോഷം പ്രാർത്ഥനയായി മാതാപിതാക്കളിലേക്ക് എത്തുകയാണ്. അത് മഹാപുണ്യമായി, അബറുൽ ബിർ, പുണ്യങ്ങളുടെ മേലെയുള്ള പുണ്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളെ
നിലനിർത്തുക, കണ്ടെത്തുക, പരിഗണിക്കുക, നിലനിർത്തുക, അത് വലിയ പുണ്യമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. കബറിടങ്ങൾ സന്ദർശിക്കുക, പരലോകമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദാനങ്ങൾ ചെയ്യുക. മക്കളുടെ ദാനധർമ്മങ്ങൾ മാതാപിതാക്കൾക്ക് അതിൻ്റെ പുണ്യം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങൾ എന്തെല്ലാം ബഹളമയമാണെങ്കിലും അപ്പോഴെല്ലാം അതിനിടയ്ക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബാധ്യത മാതാപിതാക്കളോടുള്ള നന്മ, പുണ്യം അത് നിർവഹിക്കുവാൻ, വിട്ടുപോകാതിരിക്കാൻ, അത് പതിവാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ, കുറവുകളെല്ലാം റഹ്മാനെ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മാതാപിതാക്കളോടുള്ള ബാധ്യതകളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ റഹ്മാനായ തമ്പുരാനെ നീ പുറത്തു തരണമേ. അതിനു പകരം കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. اللهم اغفر لنا تقصيرنا في حق آبائنا وأمهاتنا وارزقنا برهم أحياء وأمواتا يا رب العالمين. اللهم اغفر لآبائنا وارحمهم كما ربونا صغارا وأجزهم عنا خير الجزاء. اللهم من كان أبوه حيا فمتعه بالصحة والعافية وأقر عينه بصلاح ذريته، ومن كان أبوه ميتا فوسع مدخله ونور قبره وارفع في المهديين درجته يا رب العالمين. اللهم اجعلنا قرة عين لهم ووفق أبناءنا لبرنا يا رب العالمين. اللهم احفظ دولة الإمارات من كل الجهات. اللهم إنا نستودعك قيادتنا وأهلنا ومن يعيش على أرضنا، واحفظ اللهم قواتنا المسلحة وأيدها ووفقها. اللهم عليك بالمعتدين الذين يفسدون في الأرض ولا يصلحون، وبعبادك يمكرون، وبحرمة الشهر الحرام يستخفون. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك، وكن له عونا وسندا وهاديا ومسددا، وبارك في عمره وعمله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيخ زايد وشيخ راشد وشيوخ الإمارات الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك. اللهم اشمل شهداء الوطن بواسع رحمتك، وارفع درجاتهم في جنتك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.